ഇതാണ് ഗൈസ് സ്റ്റാർ പുളി. നമ്മുടെ പുളിഞ്ചിക്കയുടെ വേറൊരു ഷേപ്പൊക്കെയാണ്. ഇതിൻ്റെ പേര് നമ്മൾ സ്റ്റാർ പുളി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് പറയണേ. അപ്പോൾ ഇത് നമ്മൾ അച്ചാറിടാൻ പോവാണ്. ഇതാണ് പച്ച കളറ്, ഇളം. പിന്നെ ഈ ഓറഞ്ച് കളറൊക്കെ എന്ന് വെച്ചാൽ നന്നായിട്ട് പഴുത്തതാണ്. നന്നായിട്ട് പഴുത്തപ്പോഴാണ് കളർ ഇങ്ങനെ മാറി വന്നത്. പിന്നെ ഒരു റൗണ്ട് മഞ്ഞ കളറുണ്ട്. അങ്ങനെ പല പല കളറിൽ ഇതുണ്ട്. എന്തായാലും നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് അച്ചാറിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ നേരെ അച്ചാറിടാൻ പോവുകയാണ്. ഇതാണ് സ്റ്റാർ പുളി. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇതെന്തോ സ്റ്റാറിൻ്റെ ഷേപ്പൊന്നും അല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ കറക്റ്റ് സ്റ്റാർ ആവുന്നത് എപ്പോഴാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഞാൻ സ്റ്റാർ എന്ന് പറയാൻ കാരണം ഞാനല്ലേ ഈ പേരിട്ടെ. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ കട്ടത്തിലാണെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് അച്ചാറിടാം. കറക്റ്റ് സ്റ്റാറായി അല്ലേ? ഇപ്പോഴാണ് പേര് കറക്റ്റ് ആയത്. അതാണ് ഇതിന് സ്റ്റാർ എന്ന് വന്നത്. പിന്നെ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇതിപ്പോൾ ഞാൻ അച്ചാറിടാൻ വേണ്ടിയാണ് കേട്ടോ. അച്ചാറിടാൻ വേണ്ടി ഇതെടുക്കുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മൂന്നായിട്ടും ഒക്കെ അങ്ങ് ആവും. കറക്റ്റ് സ്റ്റാറായിട്ടൊന്നും കിടക്കത്തില്ല, ആകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് അച്ചാറിൻ്റെ സെഷന് വേണ്ടി ഞാൻ ചെയ്യുക. ഇനി എനിക്ക് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മീനൊക്കെ ഉണ്ടല്ലോ, മീൻ നമ്മൾ പിണംപുളിയൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, അതേപോലെ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉണക്കി സൂക്ഷിക്കാൻ പോകുന്നവ. കണ്ടോ, ഇതിനെ ഇങ്ങനെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ഇങ്ങനെ ഇതേപോലെ അങ്ങ് ആക്കി കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അല്ലാതെ ഈ നമ്മള് പിണപ്പുളി ഇട്ട മീൻകറിയൊക്കെ കഴിക്കുകയല്ലേ, ആ പിണപ്പുളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മതി. അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിനും കിട്ടും. പക്ഷെ മഞ്ഞപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് ഇത് ഈ ലെവലിൽ ഉണക്കി സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ ആ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ സ്റ്റാറിനെ രണ്ടാക്കി എടുക്കാം. ഇത് ഉണക്കി അച്ചാറിട്ടാൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാ ഇടാൻ പോകുന്നത്? ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ഉണക്കിയതിന് ശേഷമേ അച്ചാറിടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണക്കാൻ കൊണ്ട് വെക്കാം. അച്ചാറിടാൻ ഈ ലെവല് ഇത് പിണംപുളിക്ക് പകരം. ഓക്കെ ഓക്കെ, ഇങ്ങനെ സ്റ്റാറായിട്ട് കട്ട് ചെയ്ത് എടുക്കാനും നല്ല ഈസി ഉണ്ട്. കണ്ടോ, ചടവടേന്ന സ്റ്റാറായി മാറി. ഇതിനകത്ത് പഴുത്തതും പച്ചയും എല്ലാം കൂടെ മിക്സഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ, കുഴപ്പമില്ല. ഏതായാലും അച്ചാറല്ലേ. അപ്പൊ നമ്മൾ ദുബായിലോട്ട് പോകാൻ വേണ്ടി എല്ലാം അച്ചാറെല്ലാം ഇട്ട് സെറ്റാക്കി വെക്കാൻ തുടങ്ങുകയാണ്. ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ. എങ്ങനെ മുറിച്ചാലും നമുക്ക് ഉണക്കി സൂക്ഷിക്കാം കേട്ടോ. ഇതുപോലെ ആ വലിയ പ്ലേറ്റിലെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉണക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഫുള്ള് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അച്ചാറിനുള്ള എല്ലാം അരിഞ്ഞെടുത്തു. ഇനി അതിനകത്തോട്ട് ഉപ്പ്, നല്ല രീതിയിൽ ഉപ്പ് വിതറുവാണ്. നമുക്കറിയാലോ ആവശ്യത്തിന് എത്ര ഉപ്പ് വേണം എന്നുള്ളതല്ലേ. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ. യോ ഇതാരാ ഈ വാരിക്കൊണ്ട് പോന്നേ? അത് കണ്ടില്ല ഞാൻ. ഇതെല്ലാം കൂടെ ഉപ്പിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടേ. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുക്കുകയാണ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് എല്ലാം അങ്ങ് സ്റ്റാറായിട്ട് അങ്ങ് അരിഞ്ഞു കേട്ടോ. ഓക്കെ, അരിഞ്ഞിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചേക്കും, കുറച്ചെടുത്ത് അച്ചാറിടും. മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. വീണ്ടും അച്ചാറിടണമെങ്കിൽ അച്ചാറിടാം, അതല്ല മീൻ കറിയിലൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ,
ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഉണക്കിയെടുക്കണം. വെയിലത്ത് ഉണക്കാൻ. ആ പാത്രം നമ്മൾ കൊടുക്കാത്തതിന് മഞ്ഞളും എടുക്കാൻ പോകുന്നുണ്ടേ. ഡെല്ലൂസേ, നിനക്ക് തരാം, അച്ചാർ റെഡി ആയിട്ട് നിനക്ക് തരാം. ഓക്കെ, എന്നാ അച്ചാറില്ലെങ്കിൽ ഇതേണ്ടേ, നല്ല അടിപൊളി വെയിലുണ്ട്. ബാ ബാ വായോ, വാ പോരെ പോരെ. ആ ഇതാ നമ്മളിവിടെ ഇങ്ങനെ വെയിലത്ത് ഇത് വെച്ചേക്കാണ്. ഇതൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇത് ഉണങ്ങുമ്പോ ഒട്ടും കാണത്തില്ല. ആ തിങ്ങിയിരിക്കുന്നു. അതെ, ഇപ്പൊ ഈ പാത്രം നിറച്ചിങ്ങനെയുണ്ട്. ഇത് ഉണങ്ങുമ്പോ കാണിച്ചു തരാമേ. ഹായ് ഹായ് ഹായ്, വായോ വായോ ഡെല്ലൂസ്, വായോ ഡെല്ലൂസേ. ഓ ഓടി വാ, ഓടി വാ. അങ്ങനെ ഗൈസ്, ഒരു 2 ദിവസത്തിന് ശേഷം നമ്മൾ ഉണക്കാൻ വെച്ച സ്റ്റാർ പുളിയുടെ അവസ്ഥ ഇതാണ്. സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ ഇപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലപോലെ ഉണങ്ങി. ഇത് 2 ദിവസവും ഫുള്ളും നമ്മൾ താഴേന്ന് എടുത്ത് നേരെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ച്, അപ്പോൾ ഡയറക്റ്റ് നല്ല വെയിൽ കിട്ടുമല്ലോ. സോ ഇതിപ്പോൾ ഉണങ്ങി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ അധികത്തിൽ കിടപ്പുണ്ട്. സോ അവിടെയാണ് നമ്മൾ തുണിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ കൊണ്ടിടുന്നത്. ഇത് കോവയ്ക്കയാണ്, കോവയ്ക്ക ഇങ്ങനെ പടർത്തിയിട്ടേക്കുക. നിറച്ചും പൂത്തിട്ടുണ്ട്, പിന്നീട് പിടിക്കും. ഇവിടെ ഫുള്ള് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കോവയ്ക്കയാണ് ഇങ്ങനെ പടർത്തി വെച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മളിത് ഉണക്കാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് പുളിഞ്ചിക്ക മരമാണ്. സ്റ്റാർ പുളിയല്ല, സാധാ പുളിഞ്ചിക്ക അറിയാലോ, നമ്മുടെ നോർമൽ പുളിഞ്ചിക്ക. പിന്നെ ദേണ്ട ആത്തിക്ക കുറേ പിടിച്ച് നിൽപ്പുണ്ട്. വേണ്ട, കുറേ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് കുറേ വാഴയും സാധനങ്ങളൊക്കെ ഉണ്ട്. കിണറൊക്കെ ഇവിടെ ബാക്കിലാണ്. എന്തായാലും നമുക്കിതെടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഉണങ്ങി നല്ല പോലെ അങ്ങ് ചുക്കട്ടയായി. ഇതിൻ്റെ അളവ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മതി. കണ്ടോ, ഈ പരുവം നമുക്ക് കിട്ടിയ സ്റ്റാർ പോലെ തന്നെ വന്നത് കണ്ടല്ലോ. സ്റ്റാറിൻ്റെ ഷേപ്പുണ്ട്. ഇതിനി നമ്മൾ പാക്ക് ചെയ്യുക. ഇത് ഈ പരുവമാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഇതിന് പകുതി ഞാനിപ്പം കവർന്നകത്തങ്ങ് പാക്ക് ചെയ്യുക. എന്നിട്ട് എപ്പോഴെങ്കിലും എനിക്ക് സമയമുള്ളപ്പം പകുതി എടുത്ത് ഞാൻ അച്ചാറുകൂടും, പകുതി മീൻകറി, അങ്ങനെയൊക്കെ പച്ചയരച്ച കറിയൊക്കെയാണ്. സൂപ്പറാണ്, നല്ല മണം. അതിൻ്റെ മണം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ? ആവശ്യം അങ്ങോട്ട് ഉണ്ടായിരുന്നു, ഉണങ്ങി വന്നപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഫുൾ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. ഇവിടെ ഇരുന്ന് അച്ചാർ ഇടുന്നില്ല. നമ്പരൊന്നും കൊടുത്താലേ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ട്. ഒന്നാമത്തത് റോഡ് സൈഡിലാണ് എൻ്റെ സ്വന്തം വീട്. 2 മരം നിറയെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം, ആ മരം ഞാൻ കാണിച്ചു തരാം. മൽഗോവ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. അത് നല്ലൊരു പാക്കറ്റിനകത്താക്കി ആ ഒരു ഫുൾ പ്ലേറ്റ് നിറച്ച് കണ്ട സാധനമാണ്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ, 1/2 ഗ്രാമേ ഉള്ളൂ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ. ഇത് ഇനി പാക്ക് ചെയ്ത് ദുബായി കൊണ്ടുപോവുക. അവിടെ ചെന്ന് നമ്മൾ അച്ചാറെടുത്തുള്ളൂ. കാരണം ഇവിടുന്ന് അച്ചാറിട്ടിട്ട് പോയാൽ എണ്ണയൊക്കെ ചോർന്ന് നമ്മുടെ ലഗേജിലും പാക്കറ്റിലും ഒക്കെ വീഴും. ഇതെനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു പിടിയെടുത്ത് അച്ചാറിടും. ഇതെല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ വർഷങ്ങളോളം ഇരുന്നോളും, ഒരു പ്രോബ്ലവും ഇല്ല. കണ്ടോ, ഇതുപോലെ പാക്ക് ചെയ്ത്
നമുക്ക് ഇഷ്ടം പോലെ കവർ കണക്കിന് വയ്ക്കാം. സമയമുള്ളവർക്കാണെങ്കിൽ നല്ല വെയിലത്ത് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാം. കണ്ടോ ഈ വാവയും കൊണ്ട് ഇത്രയും തന്നെ നടത്തി തന്നതിന് നന്ദി. അങ്ങനെ നമ്മുടെ സ്റ്റാർ പുളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അച്ചാറെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ ബോട്ടിലിലോട്ടാക്കും. കണ്ടോ, നമ്മളെ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്നതാണിത്. ഇനി അതെടുത്ത് നേരെ നമ്മൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കി സെപ്പറേറ്റ് ആക്കി വെക്കാൻ പോവാണ്. എത്ര വർഷമാണെങ്കിലും ഇരിക്കും. കാരണം ഇത് ഉണക്കി നല്ലപോലെ ഉണക്കി എല്ലാ ചേരുവകളും മസാലക്കൂട്ടും ചേർത്ത് ഉണക്കി വീണ്ടും അച്ചാർ ആക്കിയതാണ്. അതെ ഉണക്കിയതായതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുന്ന പേടിക്കുക വേണ്ട. രണ്ട് ടിന്ന് നിറച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടും കുറച്ചധികം വന്നിട്ടുണ്ട്. ഇത് ലൗലോലിക്ക കേട്ടോ. ലൗലോലിക്ക നമ്മൾ നേരത്തെ ഇട്ട് വെച്ചായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാർ പുളി. 2 ബോക്സ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു കുഞ്ഞു ബോക്സിനകത്തും കൂടെ. അപ്പോൾ അങ്ങനെ നമ്മൾ അച്ചാറിടൽ കഴിഞ്ഞു.